Hello guys, this is me Versboy signing in. So ഇന്നത്തെ വീഡിയോ നമ്മൾ Hey, I take it to the back of the room, now tell me how you feel. She's so bad, just wanna fucking smoke and pop them pills. I make a lot of hits, one day they gon' worth a meal. I see it, I want it, I get it, who gives a damn about a bill? I take it to the back of the room, now tell me how you feel. She's so bad, she just wanna fucking smoke and pop them pills. I make a lot of hits, one day they gon' worth a meal. I see it, I want it, I get it, who gives a damn about a bill? I'm gone, I'm out of the stratosphere. She told me I'm faded, can you get me out of here? Take me to the back of the room, I'll let you explore my body. Man, I'm so sick of all them people trying to take my money. I'm gone. ട്രിവാൻഡ്രത്ത് നമ്മുടെ ചാക്ക പാലത്തിന് താഴെയായിട്ട് ഒരു എം ജിയുടെ ഷോറൂം ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് എം ജിയുടെ ഷോറൂം. ഇത് ഇവിടെ ഇപ്പം പലതരം ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ ഈ വർഷം ലാസ്റ്റ് വരെ എം ജി തന്നെ കുറേ ഓഫേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഈ ഒരു ഷോറൂം. സോ ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടതുപോലെ തന്നെ നമ്മൾ എം ജി കോമറ്റാണ്. ഞാൻ കുറേ കാലമായിട്ട് റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. ഭയങ്കര ക്യൂട്ടെന്ന് വെച്ചാൽ നമ്മൾ നാനോയിലേക്ക് ഒരു ഫോം ഫാക്ടർ, അതായത് ഒരു ചെറിയ വീട്ടിൽ ചെറിയ ലൈക്ക് സെക്കൻഡറി കാർ, നമുക്കിപ്പോൾ ഒരു പ്രൈമറി ലക്ഷറി കാർ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ സെക്കൻഡറി കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോം ഫാക്ടറിലാണ് ഈ എം ജി കോമറ്റ് എന്ന വണ്ടി ഇരിക്കുന്നത്. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് റിവ്യൂയിങ് ഇറ്റ്. അപ്പോൾ ഇവിടെ എം ജി ഷോറൂമിൽ വന്നപ്പോൾ ഇവിടെ കുറേ ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് ഗോയിങ് ത്രൂ ഓൾ ദ ഓഫേഴ്സ്. മെയിൻലി നമുക്ക് എം ജി കോമറ്റിൻ്റെ റിവ്യൂ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് ഷോറൂം ഒന്ന് കാണാവേ. അപ്പോൾ ഷോറൂമിൽ ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ 100 years ഓഫ് ഡ്രൈവിംഗ് സ്മൈൽസ് ഡിസംബർ ഫെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ എം ജിയുടെ ഒരു നല്ല ലോഗോ ഉണ്ട്. പിന്നെ ഇവിടെ കയറുമ്പോൾ ഉള്ളൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ആക്ച്വലി ഇവിടെ കുറേ വണ്ടികളുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോമറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇസഡസ് EV ഉണ്ട്, ഹെക്ടർ ഉണ്ട്, ഗ്ലോസ്റ്റർ ഒരു രക്ഷയില്ല ഗൈസ്. അതിൻ്റെ ആ ഒരു ബ്ലാക്കും ആ റെഡ് ട്രിമ്മ്, ഓഫ് എൻ്റെ പൊന്നിടാവേ, സൂപ്പർ, ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാം. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ചോദിക്കുന്നില്ല ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവോ അങ്ങനത്തെ എം ജിയിലുള്ള എന്തെങ്കിലും വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കേസുകൾ നിങ്ങൾക്ക് അറിയണമോ, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോറൂമിനെ സന്ദർശിക്കുക. ലൈക്ക് എൻ്റെ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അഥവാ ലൈക്ക് നിങ്ങൾക്കിപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കാർ ഓട്ടിക്കുന്ന റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ മാക്സിമം ഈ ഷോറൂമിൽ നിന്ന് തന്നെ ഏതെങ്കിലും വണ്ടി, ഇതൊക്കെ ആസ്റ്റർ ഒരു രക്ഷയില്ല, മാക്സിമം ഇവിടുന്ന് തന്നെ റിവ്യൂ ചെയ്യാനും മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ഇതിനേക്കാളും പുറമേ നമുക്ക് കോമറ്റിൻ്റെ റിവ്യൂ ആണ്. സോ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സ് നമുക്ക് അവസാനം നോക്കാം. നമുക്ക് ഫസ്റ്റ് കോമറ്റിൻ്റെ റിവ്യൂവിന് ശേഷം ഇതിലോട്ട് വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം ജി കോമ്പറ്റിൻ്റെ വാക്ക് അറൗണ്ടിന് മുന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കീ ഒന്നും പറയല്ല കേസ്. എം ജിയുടെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ ഇപ്പോൾ ലോക്ക് അൺലോക്ക്, പിന്നെ ബൂട്ട് ഓപ്പണിങ്ങും, പിന്നെ കീ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിഡ് വേരിയൻ്റ് ആണ്. പേസ്, പ്ലേ, പ്ലഷ്, ഈ 3 വേരിയൻ്റാണ് ഉള്ളത് നമുക്ക്. സോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്ലേ ആണ്. പ്ലേ എന്ന് വെച്ചാൽ മിഡ് വേരിയൻ്റ് ആണത്. സോ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് കീ ഒന്ന് പോക്കറ്റിൽ വയ്ക്കും. സോ നമുക്ക് കാണുന്നത് പോലെ ഇത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ മോറിസ് ഗരാജസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബാഡ്ജിങ് കിടപ്പുണ്ട്. പിന്നെ ഈ ലൈറ്റ്, ഇത് ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് EV ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ LED സ്ട്രിപ്പും, ഇവിടെയാണ് ചാർജിങ് പോർട്ട്. ഇത് സ്റ്റെപ്പ് അപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്, LED ആണ് ഇത് രണ്ടും. താഴെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇൻഡിക്കേറ്റർ പ്ലസ് ഫോഗ് ലൈറ്റ് വരുന്നൊരു മോഡലാണിത്. ലൈക്ക് അങ്ങനെയാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഫ്രണ്ടിൽ പറയാനാണെങ്കിൽ ഒരു നാനോ മോഡിഫിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ടയർ ഒന്ന് 14 ഇഞ്ചാണ്. ലൈക്ക് ഇവിടെയൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഫ്രണ്ടിലത്തേൻ്റെത് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മുടെ മിററിലോട്ട് വന്നിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ആണ് ഇവിടെ മിററിൽ. പിന്നെ നമ്മുടെ ഡോർ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ഡോറാണ്. നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. ഇവിടെ ഒരു റെയിൻ ഗാർഡുണ്ട്. പിന്നെ മുകളിലത്തെ സെറ്റപ്പ് എന്ന് വെച്ചാൽ നല്ല പോയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് വന്നിട്ട് ഇവിടെ ഒരു സ്കൂപ്പായിട്ടുള്ള ബാക്കാണ്. പിന്നെ ഇവിടെ ടെയിൽ ലാമ്പ് ഉണ്ട്. പിന്നെ ഇവിടെയും ഫ്രണ്ടിലത്തെ അതേ സംഭവം, ആ ഒരു സ്ട്രിപ്പാണ്. ഇവിടെ LED യൂണിറ്റാണുള്ളത്. പിന്നെ ഇൻ്റർനെറ്റ് ഇൻസൈഡ്, നമ്മൾ എം ജി ആദ്യം ഇറങ്ങിയ വണ്ടി തൊട്ട് കാണുന്നൊരു സെറ്റപ്പാണ് ഇൻ്റർനെറ്റ് ഇൻസൈഡ്, എം ജി കോമറ്റ് EV. പിന്നെ ബാക്കിൽ ഈ ലൈറ്റ് അല്ലാണ്ട് സ്റ്റെപ്പ് അപ്പ് ആയിട്ടുള്ള LED യൂണിറ്റാണത്, റെഡ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും അതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്, EV ബാഡ്ജിങ് ഉണ്ട്. പിന്നെ റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ടയേഴ്സിൻ്റെ ആ ഒരു
ലുക്ക് എന്ന് വെച്ചാൽ നമ്മളെ പ്രോപ്പർ ഒരു EV വണ്ടി എങ്ങനെ ആയിരിക്കും അതേപോലെ സെറ്റപ്പ് തന്നെയാണ്. നല്ല രസമുണ്ട് ആക്ച്വലി പറയാൻ. പിന്നെ ബാക്കിലത്തെ സീറ്റ്, അത് സീറ്റ് 4 സീറ്റുണ്ട്. നമുക്ക് കാണുമ്പോൾ ഫ്രണ്ട് സീറ്റ് ഉണ്ടെന്നേ തോന്നിക്കുമെങ്കിലും 4 സീറ്റുണ്ട്. ബാക്കിലത്തെ ഒരു സെറ്റപ്പും ഫ്രണ്ടിലത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ലൈനിങ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്നത് നല്ല ബ്രില്യൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല രസമാണ്. ഈ ചെറിയ കാർ കാണുമ്പോൾ ചിലവർ വിചാരിക്കും ഇവർ തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്തതാണെന്ന്. പക്ഷേ ഐ ഷുഡ് സേ ദ ക്വാളിറ്റി ഈസ് വെരി മച്ച് ബ്രില്യൻറ്റ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളെ വൈപ്പേഴ്സ് ആയാലും 2 വൈപ്പേഴ്സ് ഉണ്ട്. ചെറിയ വണ്ടികൾക്ക് 1 വൈപ്പറേ കാണത്തുള്ളൂ. പിന്നെ പുറമേ പറയാനാണെങ്കിൽ ഇവിടെ സെൻസറുണ്ട്, പറയാൻ വിട്ടുപോയി. നമ്മളെ ഫ്രണ്ടും ബാക്കും ഒക്കെ സെൻസേഴ്സ് ഉണ്ട്. ഈ വേരിയൻറ്റിൽ ഇതിപ്പോൾ മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ സെൻസറുണ്ട്. പ്ലഷ് വേരിയൻ്റ് ആണെങ്കിൽ ബാക്കിൽ ക്യാമറയുണ്ട്, കുറച്ചുകൂടെ കൺട്രോളാണ്. പിന്നെ മൊത്തത്തിലുള്ള ഓവറോൾ ലുക്കിനെ പറ്റി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ. സോ എനിക്ക് പേഴ്സണലി ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ലൈക്ക് ഹാവിങ് എ ലക്ഷറി കാർ ആൻഡ് ലൈക്ക് വാണ്ട് ഹാവ് സംതിങ് വിച്ച് ഈസ് ടു മച്ച് ഫാൻസി ബട്ട് സ്റ്റിൽ ഒരു ചന്തയിൽ പോകാനോ ലൈക്ക് ചെറിയ പരിപാടിക്ക് മക്കളെ സ്കൂളിൽ വിടാനോ അല്ലെങ്കിൽ ഇപ്പം ചെറിയൊരു മോളിൽ പോയി സാധനങ്ങൾ മേടിക്കാനോ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ബാക്കിലത്തെ ബൂട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ബൂട്ട് ഒരു ചെറുതാണ്. അത് ചിലവർക്ക് അത് അരോചകമായിട്ട് തോന്നുമെങ്കിലും ഓക്കെ ബൂട്ടാണ്. ഒരു ചെറിയ ഹാൻഡ് ബാഗ് വയ്ക്കാനുള്ളൊരു സെറ്റപ്പേ ബൂട്ടിലുള്ളൂ. പിന്നെ സീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ 50-50 സ്പ്ലിറ്റാണ്. നമ്മുടെ 60-40 സ്പ്ലിറ്റ് ഒന്നുമല്ല, 50-50 ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗും ചെറിയ സെറ്റപ്പേ വയ്ക്കാൻ പറ്റുള്ളൂ. ഭയങ്കര കുറേ സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഐഡിയൽ ഫോർ ഇറ്റ് ഈസ് ബേസിക്കലി സിറ്റി കാർ, അങ്ങനെ തന്നെ പറയണത്. നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. ഈ ഒരു ബോഡി പാർട്സ് ആയാലും ഈ ഒരു മൊത്തത്തിലുള്ള ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ പല വണ്ടികൾ, ഇപ്പോൾ മാരുതിയുടെ വണ്ടികളൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് പിടിച്ചിട്ട് ഞെണിക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ ചെറുതായിട്ടൊന്ന് പിതുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ വണ്ടിയിൽ ഒരു ഭാഗത്തും അവർ കോസ്റ്റ് കട്ടിങ് അങ്ങനെ വലുതായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. മൊത്തത്തിലുള്ള ഓവറാൾ ലുക്കായാലും ഓവറാൾ ഒരു ഫീലായാലും ഒരു ഈ കളറിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ക്യാൻഡി വൈറ്റ് എന്നാണ് പറയുന്നത്. അത് ഗ്രീൻ, അതാണ് ഐക്കോണിക്, അതാണ് ഏറ്റവും ടോപ്പ് ടയർ. അപ്പം മിക്കവാറും നമ്മൾ ഇതല്ലെങ്കിൽ അതായിരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. അവിടെ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് ക്യാമറ നമുക്ക് വിസിബിളാണ്. അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സോ നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. സോ നമുക്ക് ആദ്യം വണ്ടിക്ക് അകത്ത് കയറി സംസാരിക്കാം. ഇപ്പോൾ ഡോറ് തന്നെ നിങ്ങൾ കാണുന്നത് പോലെ നല്ല വലിയ ഡോറാണ്. എറൗണ്ട് ഒരു 80 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അകത്ത് കയറുമ്പോൾ നല്ല വലിയൊരു വിൻഡ് പെയിനാണ്. നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ആ തഡെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രോപ്പറായിട്ടുള്ള തഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ക്വാളിറ്റി ഇങ്ങനെയാണ്. സംഭവം ബേസ് വേരിയൻ്റ്, അതായത് പേസ് എന്ന് പറഞ്ഞാൽ വേരിയൻറ്റിൽ ഓൾ ബ്ലാക്ക് ആണ്. പിന്നെ സ്ക്രീന് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്, സ്ക്രീന് ഈ വണ്ടി കയറുമ്പോൾ ആദ്യം നമ്മളെ കണ്ടുപോകുന്ന സ്ക്രീനിൽ തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് 24.6 ലൈക്ക് 25.4 ആൻഡ് 25.4 അറൗണ്ട് 50 ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണിത്. ഭയങ്കര രസമുണ്ട്. ഒരു മിനി കൂപ്പറോ അങ്ങനത്തെ ഒരു വൈബ് അകത്ത് കയറിയിരിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ലക്ഷറി വൈബുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വിശേഷം പറയാനാണെങ്കിൽ നല്ലൊരു കുട്ടി എന്നല്ല, കുറച്ചൊരു മീഡിയോക്കർ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ ഭയങ്കര രസമുണ്ട് ആക്ച്വലി ഹോൾഡ് ചെയ്യാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് ആ സ്റ്റിയറിംഗ് വീലിന്. ഇവിടുത്തെ അകത്തൊക്കെയുള്ള കൺട്രോൾസും വോളിയം കൺട്രോൾസും കോൾ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ കൺട്രോൾസ് വന്നിട്ട് ഇവിടെ ആ മെറ്റീരിയലിന് ഭയങ്കര രസമുണ്ട് ആക്ച്വലി. ഇവിടുത്തെ മിറേഴ്സ് കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം വലിയ പ്രശ്നം വരത്തില്ല. മെനൂവർ ചെയ്ത് കൊണ്ടുനടക്കാൻ, സിറ്റിയിൽ മെനൂവർ ചെയ്ത് കൊണ്ടുനടക്കാൻ വലിയ പ്രശ്നം വരത്തില്ല. പിന്നെ ഡോർ തുറക്കാനുള്ള സംഭവമൊക്കെ ഭയങ്കര സ്റ്റീല് സെറ്റപ്പാണ്. ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട് അതിന്. എന്താ പറഞ്ഞേ, ഓക്കെ ഓഫ് ആയതാണോ. പിന്നെ ഇത് മോഡ് സെലക്ട് ചെയ്യാനുള്ള, ഇവിടെ ചാർജിങ്, പിന്നെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള, ഏതല്ല മിറർ ലൈക്ക് വിൻഡോ പെയിൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഇതിവിടെയാണ്. നമ്മളെ നാനോയിലും അങ്ങനത്തെ കാണുന്ന സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, നല്ലൊരു ഹാൻഡ് ബ്രേക്ക്, നല്ല പൊസിഷനിങ് ആണ്. പിന്നെ ഇവിടെ കഥ അടയ്ക്കാനുള്ള സെറ്റപ്പും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ഇവിടെ സാധാരണ സംഭവം തന്നെ, പക്ഷെ എന്നാലും ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററാണിത്. പിന്നെ ലൈറ്റ്സ് ആയാലും ഇവിടുത്തെ നമ്മളെ ടിക്കറ്റ് ഹോൾഡേഴ്സും മിററുണ്ട് ആക്ച്വലി. അത് ലൈറ്റും കൂടെ ഉള്ള യൂണിറ്റാണ്, ലൈറ്റ് ഇല്ലാത്ത സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നത് ടോപ്പ് എൻഡിൽ ലൈറ്റ് വരും എന്ന്. ഇവിടെ അതേപോലെ തന്നെയാണ്. ബാക്ക് സീറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്. ബാക്ക് സീറ്റിലോട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ്. AC ആയാലും ഒരു വിൻഡോയിൽ ഫോഗ് കട്ടുന്ന സംഭവം മാറ്റാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ട് ഇവിടെ ടൈപ്പ് A ലൈക്ക് USB-C ആൻഡ് ടൈപ്പ് C ലൈക്ക്
അങ്ങനെ ചാർജിങ് പോർട്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഹുക്കാണ്, നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് അത് ക്യാരി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ഇവിടെ വച്ചേക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു ക്യാബിൻ എന്ന നിലയ്ക്ക് ഭയങ്കര പ്ലഷ് ആയിട്ടുള്ള, അവരുടെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ പ്ലഷ് പ്ലേ പേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലഷ് ആയിട്ടൊരു വൈബ് തന്നെ ഉണ്ട്. ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ നല്ല വൈബുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൺട്രോൾസ് വന്നിട്ട് നമ്മുടെ ഇവിടെ മിറർ, റൈറ്റ് ലെഫ്റ്റ് മിറേഴ്സ് കൺട്രോൾ, പിന്നെ ടയർ പ്രഷർ മോണിറ്റർ, പിന്നെ ഹെഡ്ലൈറ്റ് കൺട്രോളർ, AC വെൻറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ, രണ്ട് സൈഡും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ മൊത്തത്തിലൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്യാബിൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കീ എടുത്ത് നമുക്ക് ബാക്കി ഇതിൻ്റെ അകത്തുള്ള കൺട്രോൾസിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കീ ഒരു രക്ഷയില്ല, ഇതുവരെ കണ്ടിട്ട് ഉള്ള കീ നമ്മൾ സാധാരണ ഒരു സംഭവത്തിൽ നിന്ന് വളരെ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു കീ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. നല്ല രസമുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻഡ് കീ ഞാൻ എന്തായാലും ഇപ്പോൾ കാണിക്കും. ടോപ്പ് എൻഡ് കീ അതിനേക്കാളും വേറെ രസമുണ്ട്, ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടീനെ ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് ആ യൂണിറ്റ് 25 ഏതാണ്ട് 25.6 25.4 ആൻഡ് 25.4 ആ ഒരു സെറ്റപ്പാണ്. ഇത് ടച്ച് ഡിസ്പ്ലേ ആണ്. ഇതിലിപ്പം നമുക്ക് ലോക്ക്, അൺലോക്ക്, സൗണ്ട് കൂട്ടാൻ, കുറയ്ക്കാൻ ഒരുവിധം സ്ലീക്കാണ്. ഐ വിൽ നോട്ട് സേ ഇറ്റ്സ് വെരി മച്ച് ബട്ടറി സ്മൂത്ത്, ബട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഇൻ്റഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ആപ്പിൾ ഓട്ടോ, കാർപ്ലേ, അങ്ങനത്തെ ആൻഡ്രോയിഡ് ഓട്ടോ, ആൻഡ്രോയിഡ്, ആപ്പിൾ, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരുന്ന് വെക്കേണ്ട കാര്യമില്ല, സെറ്റപ്പാണ്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ ട്രിപ്പ് മീറ്റർ, പിന്നെ മാക്സിമം സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് പെർസെൻറ്റേജ് വളരെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിലിപ്പോൾ നമുക്ക് 2-3 മോഡുണ്ട്. നമുക്കിപ്പം ഇതിപ്പോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്, എക്കോ, നിങ്ങൾക്ക് കാണാമല്ലോ ലെഫ്റ്റ് സൈഡ്, നോർമൽ, സ്പോർട്സ്, ഈ 3 മോഡാണ് ഈ കാറിലുള്ളത്. അപ്പം ഒരുവിധം ഓടിച്ചോടൊക്കെ നല്ലൊരു കാറാണ്, വേറെ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. സോ നമുക്ക് ബാക്ക് സീറ്റിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ കംഫർട്ട് അത് ഞാൻ പറയാൻ വിട്ടു. അപ്പോൾ അണ്ടർ തൈ സപ്പോർട്ടായാലും പിന്നെ കാലിൻ്റെ പ്ലേസ്മെൻ്റ് ആയാലും ഓക്കെ, എല്ലാം ഒരുവിധം നൈസാണ്. വേറെ പ്രശ്നമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഇവിടുത്തെ വ്യൂ ആയാലും ഒരു ബ്ലാക്ക് സ്പോട്ടോ ഒരു ബ്ലൈൻഡ് സ്പോട്ടൊന്നും വലുതായിട്ട് ക്രിയേറ്റ് ആവുന്നില്ല. ചെറിയൊരു ബാഹ്യമുള്ളൂ, അവിടെ തന്നെ നമുക്ക് വിസിബിലിറ്റിക്ക് ഇവർ ഗ്ലാസും വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അങ്ങനെ അപ്പോൾ ഓവറോൾ ക്യാബിൻ ക്വാളിറ്റി ഐ വിൽ റേറ്റ് ഇറ്റ് ഔട്ട് ഓഫ് 10 ഒരു 9 ഞാൻ കൊടുക്കും. കാരണം ഒരു ചെറിയ കാറാണത്. ആ ചെറിയ കാറിൽ അവർ മാക്സിമം ലക്ഷറിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ബ്രില്യൻറ്റ്. ഹാറ്റ്സ് ഓഫ് കുഡൂസ് ടു MG ഫോർ ദാറ്റ് ആസ് വെൽ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലോട്ടൊന്ന് പോവാം. അപ്പോൾ നമ്മൾ ബാക്ക് സീറ്റ് തുറക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇതിനെ ഇങ്ങനെ പൊക്കിയിട്ട് മാക്സിമം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ കയറാം. 2 ആൾക്കാർ വേണം. ഒരൊറ്റ ഡോർ സെറ്റപ്പാണ്. ബാക്ക് സീറ്റ് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് സേ ഇറ്റ്സ് വെരി മച്ച് കംഫർട്ടബിൾ. ബാക്ക് സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറയത്തില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെയൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്, അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ ഒരു ആവശ്യം യൂസ് കേസ് ആണെങ്കിൽ ഓക്കെയാണ്. ബട്ട് വലിയ സാധാരണ ഒരു 5'10" അല്ലെങ്കിൽ 6 feet ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അണ്ടർ തൈ സപ്പോർട്ട് ഐ ഷുഡ് സേ അണ്ടർ തൈ സപ്പോർട്ട് വളരെ ലാക്കിംഗ് ആണ്. ലെഗ് റൂം ഇതിപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ട് ഇട്ടേക്കാണ്, അതുകൊണ്ട് ലെഗ് റൂം ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഡ്രൈവർ സീറ്റിൽ ഞാൻ എൻ്റെ സെറ്റിങ്സിൽ നിൽക്കുമ്പോൾ അണ്ടർ തൈ സപ്പോർട്ട് ലാക്കിംഗ് ആണ്. അത് മാത്രം ഞാൻ പറയാം, അണ്ടർ തൈ സപ്പോർട്ട് ആവശ്യത്തിന് ലാക്കിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ വിൻഡോ ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്ലസ്ട്രോഫോബിക് വൈബ് അടിക്കുമല്ലോ. കാരണം ബാക്കിൽ നല്ല വിൻഡോ ഉണ്ട്, ഫ്രണ്ടിലും സൈഡിലും എല്ലാം നല്ല വിൻഡോ ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ആയാലും ഇൻഡിവിജ്വലായിട്ട് ബാക്കിൽ 2 പേർക്കുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള സീറ്റ് ബെൽറ്റ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ പരിപാടിയുണ്ട്. ബാക്കിൽ D4 ഒക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ, നമുക്ക് ചെറിയ ഹാൻഡ് ബാഗ് വയ്ക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. ബാക്കിൽ നിന്ന് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഗൈസ്, അത് നല്ല രസമുണ്ട് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു എയറി ഫീലുണ്ട്. ആ ഒരു ക്യാബിൻ ക്വാളിറ്റി കാരണമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഹെഡ് സ്പേസ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര ഞാൻ ഇപ്പം ഷോറൂമിൻ്റെ അകത്താണ് നിൽക്കുന്നത്, ബട്ട് സ്റ്റിൽ നല്ല ലൈറ്റ് ഇതിനകത്ത് കയറുന്നുണ്ട്. കാരണം ഈ ക്യാബിൻ ഭയങ്കര ഏറിയാണ്, ഭയങ്കരമായിട്ട് ലൈറ്റ്സ് അകത്തോട്ട് വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻഡോസ് എല്ലാ സൈഡിലും ഉണ്ട്, ബാക്ക് ആയാലും സൈഡായാലും ഫ്രണ്ട് ആയാലും എല്ലാ സൈഡും നല്ല രീതിക്ക് വിൻഡോസ് ഉണ്ട്. സോ നല്ല വൃത്തി ലൈറ്റ് അകത്ത് കയറും. സോ കൺസിഡറിങ് ഹെഡ് റൂം ഓക്കെയാണ്. ഹെഡ് റൂം ഈസ് മോർ ദാൻ അഡ്യൂക്കേറ്റ്. ഹെഡ് റൂമിന് എനിക്ക് വലിയ കംപ്ലയിൻ്റ് ഇല്ല. ഫോർ റെഫറൻസ് I am 5'7". എന്നെ വെച്ച് നോക്കുമ്പോൾ ഹെഡ് റൂം ഓക്കെയാണ്. ഒരു 5'8", 5'9" ഉള്ള ആൾക്കും ബാക്കിൽ വലിയ പ്രശ്നം വരത്തില്ല. ബട്ട് ദ ഇഷ്യൂ ഈസ് അണ്ടർ തൈ സപ്പോർട്ട് ലാക്കിംഗ് ആണ്. ആൻഡ് ലെഗ് റൂമും കുറച്ച് ലാക്കിംഗ് ആണ്. ബട്ട് ഹെഡ് റൂം വലിയ കുഴപ്പമില്ല.
സോ നിങ്ങൾ അതും കൂടെ കൺസിഡർ ചെയ്യണം ഈ കാർ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ്. സോ നമുക്ക് അപ്പോൾ ഈ കാറിനെ പറ്റി എനിക്ക് ഇതുവരെ നോക്കിയ റിവ്യൂ ഡീറ്റെയിൽസ് വെച്ച് നോക്കിയപ്പോൾ ഞാൻ ആകെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് എ ലക്ഷറി കാർ ആൻഡ് ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ഈസ് ലൈക്ക് ലുക്കിംഗ് ഫോർ എ സെക്കൻഡറി കാർ, ഈ കാർ നല്ല വൃത്തി കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയൊരു ലൈക്ക് വോളിയം ഡൈമെൻഷൻ കൺസ്യൂം ചെയ്യുന്ന ഒരു കാറാണ്. ഭയങ്കര ചെറിയ വോളിയമാണ്. അറൗണ്ട് 4.3 മീറ്റർ എന്തോണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ്. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം 4.3 മീറ്റർ ടേണിംഗ് റേഡിയസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ലൈക്ക് സ്മോൾ റോഡ്സ് തന്നെ നിങ്ങൾക്ക് ഒറ്റ യൂ ടേണൊക്കെ അടിക്കാം. വളരെ ഭയങ്കര നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ റോഡിൽ തന്നെ യൂ ടേൺ അടിക്കാം. സോ അതൊന്നും വലിയ പ്രശ്നമേ വരത്തില്ല. സോ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് പോയിന്റ് A to B പോകാനാണ്, അങ്ങനെ പെട്ടെന്ന് പാർക്കിങ്ങിനൊക്കെ ഒരു പ്രശ്നവും വരത്തില്ല ഈ കാർ. അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഈ കാർ ചിന്തിക്കാവുള്ളൂ. സോ നമുക്ക് ഇത്രയും നിങ്ങളിപ്പോൾ ഈ കാർ എടുക്കണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡ്രൈവ് റിവ്യൂവും കൂടെ കാണണം. സോ നമുക്ക് നേരെ വണ്ടി ഓടിച്ചു സംസാരിക്കും ഗൈസ്. അപ്പം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ട്രിം ആയിട്ടുള്ള പ്ലഷാണ്. അപ്പം പ്ലേ ആണ് ബേസ്, പ്ലഷാണ് ഏറ്റവും ടോപ്പ് ട്രിം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ സ്മാർട്ട് കീ ആണ് പ്ലഷിൽ വരുന്നത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന കീ. അപ്പോൾ പ്ലഷിൽ വരുമ്പോൾ റിവേഴ്സ് ക്യാമറ ഉണ്ട്, പിന്നെ നമ്മുടെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ റിക്വസ്റ്റ് സെൻസർ ബോത്ത് ഡ്രൈവർ ആൻഡ് പാസഞ്ചർ സൈഡുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലൈക്ക് കുറച്ച് സാധനങ്ങളാണ് ലൈക്ക് ടോപ്പ് ട്രിമ്മിലുള്ളത്. നമുക്ക് വൺ ടച്ച്, പവർ അപ്പ്, പവർ ഡൗൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോപ്പ് ട്രിമ്മിലുണ്ട്. പിന്നെ ടോപ്പ് ട്രിമ്മിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 9,45,000. അപ്പം ഓൺ റോഡ് GST എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ 11.13 lakhs ആണ് ടോപ്പ് ട്രിമ്മിൻ്റെ റേറ്റ്. അപ്പം ഈ കോമറ്റിൻ്റെ ഫ്രണ്ടിലെ ലുക്ക് പറയാനാണെങ്കിൽ പഴയ ടൈമിലുള്ള ഫസ്റ്റ് ജനറേഷനിലേക്ക് നമ്മുടെ ആപ്പിൾ ഐപോഡിൻ്റെയൊക്കെ ഒരു വൈബുണ്ട്. ആ ഒരു നിങ്ങൾക്ക് കാണുന്നത് പോലെ ആ ഒരു കൺട്രോൾസ് നല്ല രസമുണ്ട് ആക്ച്വലി. ആ ഒരു ഐപോഡിൻ്റെ ഒരു നൊസ്റ്റു വൈബ് അടിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിലുള്ള റൈഡിങ് പ്ലഷർ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 42 PS അലോങ് വിത്ത് 110 Nm ടോർക്കാണ്. അപ്പം ഈ 110 Nm എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഗെറ്റ് ഗോ ആണ്. ലൈക്ക് നമുക്ക് ചവിട്ടുമ്പോൾ അപ്പം തന്നെ ആ പവർ നമുക്ക് കിട്ടും. സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ലൈറ്റായിരുന്നു. പിന്നെ കുഞ്ഞു കാറായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നവും വരത്തില്ല. കാരണം കുഞ്ഞു കാറായതുകൊണ്ട് നമുക്ക് മെനൂവർ ചെയ്യാനും ഭയങ്കര ഈസിയും ഫ്ലിക്കർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഇവർ പറയുന്ന റേഞ്ച് ലൈക്ക് നമുക്ക് 3 മോഡുണ്ട് ആക്ച്വലി: എക്കോ, നോർമൽ, സ്പോർട്സ്. ഇപ്പം ഞാൻ ഓട്ടിക്കുന്നത് എക്കോ മോഡാണ്. സോ കമ്പനി പറയുന്നത് എക്കോ മോഡിൽ 230 km ആണ് നമുക്ക് കിട്ടുന്ന ക്ലെയിംഡ് റേഞ്ച്. അപ്പം ലൈക്ക് അവിടുത്തെ ഞാൻ കുറച്ച് 2-3 കസ്റ്റമേഴ്സിനെ ലൈക്ക് ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് ജസ്റ്റ് എൻക്വയറി ചെയ്തപ്പോൾ അവരൊക്കെ അറൗണ്ട് 200-210 ആ റേഞ്ച് ലൈക്ക് എക്കോ മോഡിൽ 210 ഒക്കെ അവർക്ക് കിട്ടുന്നതാണ്. ലൈക്ക് നോർമൽ രീതിയിൽ ഓട്ടിക്കുമ്പോൾ 200-210 ആ ഒരു റേഞ്ചാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. സോ ലൈക്ക് നമുക്ക് ഒരു 200 എന്തായാലും ഉറപ്പിക്കും. 200 km എന്തായാലും ഒരു ഫുൾ ചാർജ് കിട്ടും. പിന്നെ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് അല്ല, അതിൽ വരുന്നത് നമുക്ക് നോർമലായിട്ടുള്ള നമ്മൾ 15 ആംപിയർ നമുക്ക് വീട്ടിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന 15 ആംപിയർ ചാർജ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ലൈക്ക് വണ്ടി ഭയങ്കരമായിട്ട് റോളിംഗ് ആയിട്ടൊരു ഫീലിംഗ് തോന്നിയില്ല. ഇപ്പോൾ ഞാൻ ഒരുവിധം അറൗണ്ട് ഒരു 50-60 റേഞ്ചിലാണ് പോകുന്നത്. ഞാൻ നല്ല വൃത്തിയ ഒരു പോയിന്റ് എത്തുമ്പോൾ നല്ല വൃത്തിയ കേർവ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ റോളിംഗ് ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പം ലൈക്ക് കേർവ്സ് ഇങ്ങനെ നല്ല വൃത്തിയ ടൈറ്റ് സ്റ്റിയറിംഗ് പിടിച്ചിട്ടും നല്ല ലൈക്ക് അകത്തുള്ള ക്യാബിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയും ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ എക്കോ, നോർമൽ, സ്പോർട്സ്. അപ്പോൾ ഇപ്പോൾ എക്കോയിലാണ് ഓടുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സ്പോർട്സിലോട്ട് മാറും. ലൈക്ക് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം ഇടയ്ക്ക് വെച്ചത് ഇപ്പോൾ സ്പോർട്സിലോട്ടൊന്ന് മാറിയായിരുന്നു. സോ സ്പോർട്സിലോട്ട് മാറിയപ്പം നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പവർ ഡിഫറൻസ് ഫീൽ ആവും. നമുക്ക് സ്റ്റിയറിങ്ങിലായാലും സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ഹാർഡാവും. പിന്നെ ആക്സിലേറ്ററിൻ്റെ പ്ലേ ചെറുതായിട്ടൊന്ന് കുറയും. നമുക്ക് ഭയങ്കര റെസ്പോൺസീവ് ആവും. പിന്നെ ആ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തോട്ട് വരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്കൊരു കാറെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു അൾട്ടിമേറ്റ് സിറ്റി മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു കാർ കൺസെപ്റ്റ് അല്ല. ഇന്ത്യയിലെ ഫസ്റ്റായിട്ടുള്ളൊരു ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് മെയ്ഡ് ചെയ്തേക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇത് സ്കേറ്റിംഗ് ബോർഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇത് സാധാരണ ഒരു 4 പേരിരുന്ന് പോകുന്ന കാർ സെറ്റപ്പ് അല്ല. ഇങ്ങനെ ചെറിയ ജസ്റ്റ് 4.2 മീറ്റർ നമ്മൾ ഒമ്നിയുടെയൊക്കെ ടേണിംഗ് റേഡിയസില്ലേ, ആ ഒരു ടേണിംഗ് റേഡിയസിലാണ് ഈ കാറിൻ്റെയും അതേ ടേണിംഗ് റേഡിയസ്. സോ ഭയങ്കര കുഞ്ഞായിട്ടുള്ള റോഡുകൾ കൂടി തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പോവാം. അപ്പോൾ അതൊക്കെയാണ് സംഭവം. പിന്നെ വീട്ടിൽ നിന്നും ചാർജ് ചെയ്യാം. പിന്നെ KSEBിയിലെ നമ്മുടെ ചാർജിങ് പോയിൻറ്റ്സൊക്കെ ഇനി വരുന്ന പോയിൻറ്റ്സിലൂടെയും ഇത് ചാർജ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇത് പറയാനുള്ളതാണെങ്കിൽ നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ ടിയാഗോ ഇ വിയും നമ്മുടെ സിട്രോണുമാണ്. അപ്പോൾ സിട്രോണും ടിയാഗോ ഇ വിയും തമ്മിലുള്ള അതും ഇതും തമ്മിലുള്ള കോമ്പറ്റീഷനിൽ ഇത് എവിടെ മുന്നോട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയുന്നതിന് ഇതിൻ്റെ ഇതാണ് കോമ്പാക്ട്നെസ്സാണ്. ഇത് ഭയങ്കര കോമ്പാക്റ്റാണ്, അതിനേക്കാളൊക്കെ ഒരുപാട് ചെറുതാണ്. സോ നിങ്ങളപ്പോൾ പറയും ചെറിയ കാറല്ലേ, ഇത്രയും പൈസ കൊടുത്ത് ചെറിയ കാർ എന്തിനു മേടിക്കുന്നതെന്ന് വെച്ചപ്പം ചോദിക്കുമ്പോൾ ഞാൻ പറയും ഈ കാറ് മതി എന്നുള്ള ആൾക്കാരുണ്ട്. സെക്കൻഡറി കാർ ഒരു വളരെ ചെറിയൊരു കാർ മതി എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. ഭയങ്കര ചെറിയ കാർ മതി എന്നുള്ള അങ്ങനത്തെ ഒരാൾക്കാരുടെ നീഡ് ഇത് ഭയങ്കര നന്നായിട്ട് ഫുൾഫിൽ ചെയ്യും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സിറ്റി ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് ഒരു ഫ്രഷാണ്, പോളറൈസിങ് ആണ്, ഐ നോ ദാറ്റ്, ബട്ട് സ്റ്റിൽ സോ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ഈ കാറിനുള്ളത്. സോ പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ സർവീസിനെ പറ്റിയാണ്. സോ സർവീസിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ചെക്കപ്പ് എന്ന് വെച്ചാൽ 1 year 10,000 kilometer ആൻഡ് സർവീസ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എൻജിൻ ഇല്ലാത്ത ഇലക്ട്രിക് മോട്ടറല്ലേ ഫുൾ. അപ്പോൾ സോ 2,000 rupees ക്ലീനിങ് അതിൻ്റെ പരിപാടികൾ വാഷിങ്ങും പോളിഷിങ്ങും ഒക്കെ ഉള്ളൂ. അപ്പോൾ 2,000 rupees വരത്തുള്ളൂ. ഇത് ഒരു വാറൻറ്റി ക്ലെയിം ചെയ്യുന്ന 8 വർഷത്തെ ബാറ്ററി വാറൻറ്റിയും വെഹിക്കിൾ വാറൻറ്റി 3 years ആണ്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ മൊത്തത്തിലുള്ള ഓവറോൾ ഒരു റൈഡിങ് പ്ലഷർ എന്തെന്ന് വെച്ചാൽ ചെറിയ കാറായതുകൊണ്ട് നമ്മൾ ഭയങ്കര റോക്കറ്റ് പോലെയാണ് വണ്ടി പോകുന്നത്. നമുക്ക് എൻജിൻ നോയ്സ് മോട്ടർ നോയ്സ് ഉള്ളിലോട്ട് വലുതായിട്ട് അടിക്കത്തില്ല. പുറത്തോട്ടുള്ള നോയ്സും ആ ടയർ നോയ്സ് ഇലക്ട്രിക് വണ്ടിയുടെ ഒരു വൺ ഓഫ് ദ ഡിഫക്ട്സ് എന്തെന്ന് വെച്ചാൽ ഈ ടയർ നോയ്സ് നമുക്ക് ഭയങ്കരമായിട്ട് അടിക്കും. പക്ഷേ ഇതിൽ എന്തെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസുലേഷൻ ഭയങ്കര പക്കയായതുകൊണ്ട് ഈ ടയർ നോയ്സ് വലുതായിട്ട് ആ ഒരു ക്യാബിനകത്തോട്ട് ക്രീപ്പ് ആവാത്തത് കൊണ്ട് നല്ല പ്ലഷർഫുള്ളായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ വേറെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ 3 തരത്തിലുള്ള റീജനറേഷൻ മോഡ്സ് ഉണ്ട്. നമുക്ക് റീജനറേഷൻ മോഡ് എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡൈനാമോ എഫക്റ്റ് വരും. നമ്മൾ ആക്സിലേറ്ററിൽ ഇപ്പോൾ ഒരു 60 സ്പീഡിൽ പോയിട്ട് നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോൾ ഈ ആക്സിലേറ്ററിൽ ആ ഓടിയ സ്പീഡ് നേരെ ബാറ്ററിയിലോട്ട് തിരിച്ച് റീചാർജ് ചെയ്യും. അതിനെയാണ് റീജനറേഷൻ മോഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു മോഡ് ഇതിലുണ്ട്. 3 തരത്തിലുള്ള റീജനറേഷൻ മോഡാണുള്ളത്. അത് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന എക്കോ മോഡിൽ ആണ്. പിന്നെ ഇതിനെ സേഫ്റ്റി പരമായിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ഞാൻ നേരത്തെ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച പോലെ ബോഡി ക്വാളിറ്റി ഭയങ്കര നൈസാണ്. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ 2 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റും വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം ഓട്ടോമാറ്റിക് വണ്ടികളിൽ ഇപ്പോഴിറങ്ങുന്ന മിക്ക വണ്ടികളിലും ഉള്ളൊരു ഫീച്ചർ എന്തെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇപ്പം ഒരു ട്രാഫിക്കിൽ ഒരു ഹില്ലിൽ അല്ലെങ്കിൽ ഒരു ഒരു ഹൈറ്റുള്ള ഒരു കയറ്റമായിട്ടുള്ള സ്ഥലത്ത് നമ്മളിപ്പം പോവുകയാണ്. പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ചവിട്ടി നിർത്തണം. ഫസ്റ്റ് ഗിയർ ഇട്ട് ന്യൂട്രലാക്കിയിട്ട് നിർത്തുമ്പോൾ ഈ വണ്ടി ബാക്കിലോട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ ബാക്കിലോട്ട് പോകാനുള്ള ഇത് കുറയ്ക്കും. അതായത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ 5 seconds, അതായത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് നമ്മളെ ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു 5 second ഗ്യാപ്പ് ഇത് തരുന്നതായിരിക്കും. സോ അത് നല്ലൊരു ഫീച്ചറാണ്. സോ നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ഇപ്പോൾ ആ ഒരു എക്സ്റ്ററിൻ്റെ ബാക്കിൽ വണ്ടി കൊണ്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബ്രേക്ക് ജസ്റ്റ് റിലീസ്. എനിക്ക് ജസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ബാക്കിൽ ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ലോക്കായി. അത് 5 seconds മാത്രമേ ലോക്കിങ് കാണത്തുള്ളൂ. അതിനുശേഷം വണ്ടി ബാക്കിലോട്ട് പോവുകയും ചെയ്യും. സോ അത് നിങ്ങളൊന്ന് നോക്കിക്കോണം. അത് പക്ഷേ നല്ലൊരു ഫീച്ചറായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതിൽ എനിക്ക് വൺ ഓഫ് ദ കീ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ iSmart, iCall, eCall ഈ 3 സർവീസിൽ എക്സ്ക്ലൂസീവാണ്. കമ്പയറിങ് ദ കോമ്പറ്റീഷൻ ഇതിൽ ഈ ഒരു ഫീച്ചേഴ്സുള്ള നല്ലൊരു കാര്യമാണ്. iSmart എന്തെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ നമ്മുടെ ഫോണിൽ കൂടെ തന്നെ നമുക്ക് വണ്ടിയിലകത്തുള്ള കാര്യങ്ങൾ 54ഓളം ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താണ് ഈ വണ്ടി ആക്സസ് ആരൊക്കെ കിട്ടണം. ഇപ്പോൾ ഈ വണ്ടി ആരെങ്കിലും ഓടിച്ചുകൊണ്ട് പോവുകയാണ്, അപ്പോൾ തന്നെ ഈ വണ്ടി ആരെടുത്തുകൊണ്ട് പോയി, ആരെടുത്തുകൊണ്ട് പോയെന്ന് അറിയാൻ പറ്റത്തില്ലെങ്കിലും എവിടെ പോയി, ചാർജ് എത്ര, എപ്പോൾ നിൽക്കും, നമുക്ക് ഫോണിൽ കൂടെ തന്നെ അത് ഓഫ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്തുള്ള MG ഷോറൂം എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫോണിൽ 54ഓളം ഫീച്ചേഴ്സ് അറിയാൻ പറ്റും. പിന്നെ iCall, അതായത് ഇൻഫർമേഷൻ കോൾ. ഇതിലിപ്പം നിങ്ങൾക്ക് ആ മെനുവിൽ കാണുന്ന iCall എന്നൊരു ഫീച്ചർ ഉണ്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് ഈ വണ്ടിയിലുള്ള ഇൻഫർമേഷൻസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലേസിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റൽ എവിടെയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ അടുത്തുള്ള MGയുടെ ഷോറൂം എവിടെയാണ്, അല്ലെങ്കിൽ വണ്ടിയിൽ ഏതെങ്കിലും ഫീച്ചർ നമുക്ക് അറിയത്തില്ല, അപ്പോൾ അത് എന്താണ്, അതെങ്ങനെ ചെയ്യണമെന്ന് iCall വിളിച്ച് കഴിഞ്ഞാൽ അവർ iCall വിളിച്ചാൽ പറഞ്ഞുതരും. പിന്നെ മെയിൻ ഫീച്ചർ eCall, അത് ഭയങ്കര നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ, ആക്സിഡൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാണ്ട് കിടക്കുന്നെങ്കിൽ പോലും ഇതിൽ eCall ഫീച്ചർ അമക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വണ്ടി എടുക്കുമ്പോൾ തന്നെ eCall ഫെസിലിറ്റി സെറ്റ് ചെയ്യും. അതായത് നമുക്ക് അടുത്തുള്ള ഒരാളുടെ ഫോൺ നമ്പർ, അതിൻ്റെ ആ നമ്പർ കിട്ടിയില്ലെങ്കിൽ വേറൊരാളുടെ നമ്പർ, അതും കിട്ടിയില്ലെങ്കിൽ വേറൊരാളുടെ നമ്പർ, ഈ 3 ആൾക്കാരുടെ നമ്പർ മേടിച്ച് വെച്ചേക്കും.
പിന്നെ നമ്മളിപ്പം ആക്സിഡൻ്റ് ആയ സ്ഥലത്തുനിന്ന് ഈ മൂന്നാൾക്കാരെയും കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്തുള്ള ആ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിലും അടുത്തുള്ള ആംബുലൻസ് സർവീസിലും MG തന്നെ അവർ ഡിറക്റ്റായിട്ട് തന്നെ അത് ഡീൽ ചെയ്യും. സോ അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് തോന്നി. സോ ഇതൊക്കെയാണ് എൻ്റെ റിവ്യൂ MG നമ്മുടെ കോമറ്റിനെ പറ്റി പറയാനുള്ള ആണെങ്കിൽ. സോ നിങ്ങളിത് എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കാറാണ്. ടിയാഗോ, സിട്രോൺ ഇതൊക്കെയാണ് എൻ്റെ കോമ്പറ്റീഷൻ എങ്കിൽ പോലും ഇതെന്തുകൊണ്ട് എടുക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് കൊണ്ട് ഇത് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് ലൈക്ക് സിട്രോണും ഇപ്പോൾ ടിയാഗോയും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് ട്രിമും അതിൻ്റെയൊക്കെ ടോപ്പ് ട്രിമും തമ്മിലൊരു 1.5 ലക്ഷം മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതെന്തുകൊണ്ട് എടുക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയൊരു കാർ നിങ്ങൾക്ക് വേണം, അകത്ത് നല്ല പ്ലഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വേണം, പിന്നെ അതിൻ്റെ പെർപ്പസും പോയിൻ്റ് A to പോയിൻ്റ് B, ഡെയിലി ഡ്രൈവറായിട്ട് പോയിൻ്റ് A to പോയിൻ്റ് B ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ക്യൂട്ടായിട്ടൊരു കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കാർ എടുക്കാം. സോ കോമ്പറ്റിനെ പറ്റി ഇപ്പം എന്തൊക്കെയാണ് ഓഫേഴ്സും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? കോമറ്റിന്റെ ഓഫർ ഇപ്പോൾ റോഡ് ടാക്സ് ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആക്സസറീസിൽ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെ മോഡൽസ് ആണ് ഉള്ളത്, ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളത് കോമറ്റില്? 3 വേരിയൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ബേസ് മോഡൽ പേസ്, സെക്കൻഡ് മോഡൽ പ്ലേ, തേർഡ് മോഡൽ പ്ലഷ്. സോ ഈ ഫോർച്യൂൺ മലയാളം ഇവിടുത്തെ ഈ ഷോറൂം MG ഷോറൂമിൽ ഇപ്പൊ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതാണ് ഓഫർ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇപ്പോൾ ഇയർ എൻഡിങ് ഓഫർ കുറച്ചുണ്ട്, പക്ഷെ അത് കസ്റ്റമർ വാക്ക് ഇൻ ചെയ്താലേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർച്യൂൺ മലയാളം ഗ്രൂപ്പിന്റെ ഓഫർ ഉണ്ട് എക്സ്ക്ലൂസീവ്. ഓക്കെ, താങ്ക് യു. സോ ഇതാണ് എൻ്റെ MG കോമറ്റിൻ്റെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. സോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അത് മറക്കരുത്. സോ അടുത്തൊരു ഓട്ടോഫിലിക് ആയിട്ടുള്ള കണ്ടന്റുമായി ഞാൻ വരുന്നത് വരെ ദിസ് ഇസ് മീ വെറസ് ബോയ് സൈനിങ് ഔട്ട്. ടാറ്റാ ഗൈസ്.